പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മന്ദഗതിയിലായിരുന്ന ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര മേഖല പതിയെ ഉണരുകയാണ്. തീവ്രവാദ ആക്രമണം നടന്ന ബൈസരൺ വാലിയിലേക്ക് വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിലും മറ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. പഹൽഗാമിൽ നിന്നും എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇക്കഴിഞ്ഞ 22-ാം തീയതി പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖലയാകെ സ്തംഭനത്തിലായിരുന്നു. എന്നാൽ പതിയെ അതിപ്പോൾ വീണ്ടും വളരെ ആക്റ്റീവായി വരുന്ന ഒരു സാഹചര്യമാണ്. ടൂറിസ്റ്റുകൾ പെഹൽഗാമിലേക്ക് വരുന്നുണ്ട്. അതേസമയം ബൈസരൺ വാലിയിലേക്ക് ആരെയും പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊപ്പം ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വന്ന ഒരു സംഘമുണ്ട്. So guys, you are from Karnataka, na? How many are here? We are here since from 2 days, and we came here to tell that we are part of India. This Kashmir is part of India, and we are from Karnataka. So don't you have any fear to come here? Nothing like that. Even Nirmala Travels has encouraged us, and they told us not to fear anything. It's not a scary this thing. It's part of India. It's common, and it will not happen again. And we are here to support them. To Modi and other people also, for tourism also. So what's your plan? How many days you are spending here? Another 2 days we are here. Yeah. Which places are you visited? We have visited Gulmarg yesterday, and today we are here, and tomorrow we are going to the other part of this one. കർണാടകത്തിൽ നിന്നുമുള്ള സംഘമാണ്. അവർ 2 ദിവസം ഇനിയും ഇവിടെ കാശ്മീരിൽ ചെലവഴിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമ്മളോടൊപ്പം ഈ ടൂർ സംഘടിപ്പിച്ച ട്രാവൽ ഏജൻസിയും ഒപ്പം തന്നെയുണ്ട്. എത്ര ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ ഒരു ടൂറിസം ആക്റ്റീവായത്? അല്ല, നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസത്തുനിന്ന് നമ്മൾ ട്രാവൽസ് ഇവിടെ ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 22-ാം തീയതി ഈ കഴിഞ്ഞ ഈ ഒരു ദുർഘടന, ഇതിൻ്റെ ശേഷമാണ് ആൾക്കാർ പറഞ്ഞത് വളരെ കുറവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ എൻക്വയറി എല്ലാം ഫുൾഫില്ലായിട്ടുണ്ട്. ഓക്കെ, ഈ 22-ാം തീയതി നടന്ന തീവ്രവാദ ആക്രമണം ഈ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ കുറേ ക്യാൻസലേഷനൊക്കെ വന്നിട്ടുണ്ടോ? അതെ, കുറേ ക്യാൻസലേഷൻ, മോർ ദാൻ 80% മേലെ നമ്മളെ ക്യാൻസലേഷൻ ഒരു സമയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റിക്കവറി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഈ സമയത്തിൽ. भारत माता की बोलो, भारत माता की वंदे वंदे वंदे। थैंक यू. പതിയെ ടൂറിസം മേഖല, ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല ഉണർന്നു വരികയാണ്. പെഹൽഗാമിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.